പ്രതികാര നടപടിയുമായി വീണ്ടും കേരള VC. രജിസ്ട്രാർ KS അനിൽകുമാർ ഉപയോഗിക്കുന്ന ഔദ്യോഗിക വാഹനം തടയാൻ VCയുടെ നിർദ്ദേശം. വാഹനം സർവകലാശാലയുടെ ഗ്യാരേജിൽ സൂക്ഷിക്കാൻ ഡോക്ടർ മിനി കാപ്പനും സെക്യൂരിറ്റി ഓഫീസർക്കും നിർദ്ദേശം നൽകി. എന്നാൽ വാഹനം താൻ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് KS അനിൽകുമാർ പറഞ്ഞു. കമലേഷ് ചേരുകയാണ്. കമലേഷ്, പ്രകോപനപരമായ ഇടപെടലുകൾ നിരന്തരം തുടരുകയാണ്. ഇപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ വാഹനം ഉപയോഗിക്കുന്നതിനും ഏതെങ്കിലും തരത്തിലുള്ള മുടക്കം വരുത്താനാകുമോ എന്നുള്ള ശ്രമമാണോ ഉണ്ടാകുന്നത്? തീർച്ചയായും നേരത്തെ തന്നെ ഈ രജിസ്ട്രാർ ഒപ്പിട്ടയക്കുന്ന ഫയലുകൾ പരിഗണിക്കാത്ത ഒരു വിഷയം അവിടെയുണ്ട്. ഏതു തരത്തിലാണെങ്കിലും രജിസ്ട്രാറുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനുള്ള ഒരു ബോധപൂർവമായ ഒരു ഇടപെടലാണ് VCയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടായിട്ടുള്ളത്. അതിന്റെ പിന്തുടർച്ച എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനവും പിടിച്ചുവെക്കാനുള്ള ഒരു ഉത്തരവ് വൈസ് ചാൻസലർ നൽകിയിട്ടുള്ളത്. ഈ ഔദ്യോഗിക വാഹനം തടയാൻ VC നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒരു വാർത്തയായി വരുന്നത്. ഈ വാഹനം സർവകലാശാലയുടെ ഗാരേജിൽ സൂക്ഷിക്കാൻ ഈ ഡോക്ടർ മിനി കാപ്പനും അതുപോലെ തന്നെ സെക്യൂരിറ്റി ഓഫീസർക്കും അറിയിപ്പ് നൽകി അല്ലെങ്കിൽ നിർദ്ദേശം നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. ഈ സെക്യൂരിറ്റി ഓഫീസർ ഈ കാറിന്റെ താക്കോൽ ഡ്രൈവറിൽ നിന്നും വാങ്ങിയതിനു ശേഷം മിനി കാപ്പനെ ഏൽപ്പിക്കണം എന്ന നിർദ്ദേശം കൂടി VC നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം ഈ വാഹനം വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത് പിടിച്ചു വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പ് തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് രജിസ്ട്രാർ പറയുന്നത്. ഇന്നും താൻ ആ വാഹനം ഉപയോഗിച്ചിരുന്നു. ഇന്ന് വൈകിട്ട് വീട്ടിലേക്ക് തിരികെ പോയതും ഇതേ ഔദ്യോഗിക വാഹനത്തിൽ തന്നെയാണ്. സെക്യൂരിറ്റി ഓഫീസർ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു നിർദ്ദേശം ലഭിച്ചതായി തന്നോട് പറഞ്ഞിട്ടില്ലെന്നും തനിക്ക് അത്തരത്തിലുള്ള അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നുമാണ് രജിസ്ട്രാർ വ്യക്തമാക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഏതായാലും രജിസ്ട്രാറുടെ പ്രവർത്തനങ്ങളെ ആകെ തടസ്സപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായ ഒരു ഇടപെടലാണ് VCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് പലതരത്തിൽ ഇപ്പോൾ വാഹനത്തിന്റെ രൂപത്തിലാണെങ്കിൽ ഉൾപ്പെടെ ആ നിലയിൽ അത് തുടരുകയാണ്.